ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മുഹമ്മദ് അലി പുത്തലത്ത്. നിങ്ങൾ ഈ കാണുന്ന റോഡിലെ കുഴി നമ്മുടെ പോത്തഞ്ചേരി താഴം കഴിഞ്ഞതിന് ശേഷം നൂഞ്ഞി അസ്ഥലൊക്കെ കഴിഞ്ഞതിന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ കാണാം ഈ വലിയൊരു കുഴി. ഈ കുഴിയിൽ ധാരാളം വാഹനങ്ങൾ ചാടിയും ബൈക്കൊക്കെ മറിഞ്ഞൊക്കെ ഒരുപാട് അപകടങ്ങൾ സൃഷ്ടിച്ചു. ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവിടെ അടുത്ത് ചുറ്റുവട്ടത്തൊക്കെ ഉള്ള റോഡിലേക്ക് തെറിച്ചിടക്കുന്ന പാഴായി കിടക്കുന്ന മെറ്റലും അതുപോലെ അവിടെ മഴയിലൊക്കെ ഒഴുകി വന്ന മണലും എല്ലാം കൂടെ ഉപയോഗിച്ച് ആ റോഡുകളൊക്കെ ഞാൻ അടച്ചു. നമുക്ക് ഇനി ഇങ്ങനെ ഒരു ചലഞ്ച് എടുക്കേണ്ടി വരും. ഒരു ദിവസം ഒരു കുഴി. അപ്പോൾ ഒരു വർഷത്തിൽ ഏകദേശം 365 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ 365 ദിവസം കൊണ്ട് 365 കുഴി എന്നുള്ള രീതിയിൽ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ റോഡിലെ കുഴികളെ അടയ്ക്കാൻ പറ്റും. നമ്മുടെ ജനപ്രതിനിധികളും അതുപോലെ റെസിഡൻസ് അസോസിയേഷനും അതേപോലെ ധാരാളം വാഹനങ്ങളും ഉപയോഗിക്കുന്ന ആളുകൾ, ഓട്ടോ ഡ്രൈവേഴ്സ്, പിന്നെ അതുപോലെ ബസ് തൊഴിലാളികൾ, മറ്റേ ബൈക്ക് ഉപയോഗിക്കുന്നവർ, ജീപ്പ് ഉപയോഗിക്കുന്നവർ, നടന്നു പോകുന്നവർ, ഇങ്ങനെ ഒത്തിരി ആളുകൾ ഈ റോഡിലൂടെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ ആരും ഇത് നന്നാക്കാനായിട്ട് ഒരു മുൻകൈ എടുത്ത് ഒരു ജനങ്ങൾ ഒത്തുകൂടി അങ്ങനെ ഒരു സംവിധാനം നമ്മൾ കാണാത്തത് വളരെ ഖേദകരം തന്നെ. റെസിഡൻസ് അസോസിയേഷനിലൊക്കെ നമുക്കറിയാൻ പറ്റും, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് വലിയ തലപ്പത്തിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും ഈ അസോസിയേഷനിലുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യാൻ മുന്നിട്ട് ഇറങ്ങാത്തതും വളരെ ഖേദകരം തന്നെ. ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ ധാരാളം ആളുകൾ വാഹനത്തിലും മറ്റും അതിലേക്ക് കടന്നു പോവുകയും പല ആളുകളും അഭിപ്രായം പറയുകയും പല ആളുകളും ശ്രദ്ധിക്കുക പോലും ഇല്ലാതെ വരെ കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അതിലേക്ക് കടന്നു വന്ന് മുന്നോട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പൊതു റോഡാണ് എന്നുള്ള രീതിയിൽ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചു പോയി. പക്ഷെ നിർഭാഗ്യവശാൽ ആരും വന്നില്ല. ഒരു വൺ മാൻ ഷോ പോലെ ഞാൻ ഒറ്റയ്ക്ക് അത് ഒരു 2 മണിക്കൂറോടുകൂടി തീർക്കേണ്ടി വന്നു. എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ കൂടെ നിന്ന് ഇതിലേക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ആരും മുന്നോട്ട് വരാത്തത് വളരെ ഖേദകരം തന്നെ. എങ്കിലും സന്തോഷത്തോടെ ഞാൻ പറയുകയാണ്, ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് തീരാനായപ്പോൾ എന്ന പേരുള്ള ഒരു വ്യക്തി എന്നോടൊപ്പം സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്തതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതേപോലെ ധാരാളം ആളുകൾ റോഡിലൂടെ കടന്നു പോയെങ്കിലും എല്ലാവരും നല്ല അഭിപ്രായങ്ങളും ചീത്ത അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞു. പക്ഷേ ആരും ഒരു ബോട്ടിൽ പച്ചവെള്ളം പോലും വാങ്ങിച്ചു തരികയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തതായി കാണാത്തതും ഖേദകരം തന്നെ. എങ്കിലും നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ കൊളംബിയ ഫജർ ട്രേഡേഴ്സിന്റെ പാർട്ട്ണർ, അദ്ദേഹം പേര് പറയണ്ട എന്നുദ്ദേശിച്ചത് കൊണ്ടാണ് പേര് പറയാത്തത്, നമ്മോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെറിയൊരു സംഖ്യ നമുക്ക് ചായ കഴിച്ചോളൂ എന്നുള്ള രൂപത്തിൽ തന്നതും വളരെയധികം സന്തോഷം. എത്ര തന്നു എന്നുള്ളതിലല്ല, നമ്മെ അംഗീകരിച്ചു എന്നുള്ളതിലാണ് നാം സന്തോഷിക്കുന്നത്. തോട്ടുമാരം ഇക്ര ക്ലിനിക്കിന്റെ മുമ്പിൽ മാസങ്ങളോളം പൊട്ടിക്കിടന്ന സ്ലാബ് ഒരാൾ അതിൽ വീഴുകയുണ്ടായി. അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഞാൻ PWD ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു. അവർ അതിന് വേണ്ട രീതിയിൽ പെട്ടെന്ന് നടപടിയെടുത്തതും വളരെയധികം സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ധാരാളം ജനപ്രതിനിധികളും ജനങ്ങളും റെസിഡൻസ് അസോസിയേഷനും ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ അവർ മുൻകൈ എടുക്കാത്തതും വളരെയധികം ഖേദകരം തന്നെ. ഞാൻ എന്നെ ഹൈലൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തിനോ ഒന്നും അല്ല ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. ഇന്നലെ ഒരു റയീസ് എന്ന പേരുള്ള ഒരു വ്യക്തി ഇന്നലെ എന്നോട്, നിനക്ക് ആരോ ആവണം, എന്തോ ആവണം എന്നുള്ള രീതിയിൽ ആണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു കമൻറ്റ് കേട്ടത് വളരെയധികം സങ്കടം തോന്നി. കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു ചിന്ത പോലും മനസ്സിലില്ലാതെ ഒരു പൊതുജനത്തിന് ഒരു ഉപകാരം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നമുക്ക് അറിയാൻ പറ്റും, കാരുണ്യനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ നിന്ന് ഒരു തടസ്സങ്ങൾ നീക്കിയാൽ അതിന് പ്രത്യേകം പുണ്യമുണ്ട് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ച റസൂലിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് മുന്നോട്ട് വന്നത്. എങ്കിലും ആ വ്യക്തിയോട് എനിക്ക് വ്യക്തിവൈരാഗ്യം ഇല്ല, എങ്കിലും അങ്ങനെ പറഞ്ഞത് എനിക്ക് വളരെയധികം വെറുപ്പുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. തോട്ടുമാരം ഇക്ര ക്ലിനിക്കിന്റെ മുമ്പിലെ സ്ലാബ് പൊട്ടിയോടനുബന്ധിച്ച് നമുക്കറിയാൻ പറ്റും, തോട്ടുമാരം മുതൽ കുളങ്ങരപ്പീടി വരെ ഇതിനോടനുബന്ധിച്ച് പ്രവൃത്തി വേഗത്തിൽ നടന്നതും വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു. തോട്ടുമാരം ഇക്ര ക്ലിനിക്കിന് മുമ്പിലുള്ള സ്ലാബ് പൊട്ടിയ വിവരവും അവിടെ ആളുകൾ സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കിനാശ്ശേരിയിലുള്ള ഇസ്മായിൽ എന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ വീഡിയോ ഒരുപാട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. പിന്നെ എല്ലാവരും നമ്മുടെ പൊതു റോഡ് നമ്മുടെ എല്ലാവരുടെയും തുല്യ അവകാശമുള്ളതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക. അതേപോലെ തന്നെ റോഡിൽ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് കഴിയുന്നതും ഇടതുഭാഗം ചേർന്ന് വാഹനങ്ങൾ ഓടിക്കുക. ചില ആളുകൾ റോഡ് ഉപയോഗിക്കുന്നത് അവരുടെ സ്വന്തം പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഈഗോ മനോഭാവത്തോടു കൂടി വാഹനങ്ങൾ ഓടിക്കാതിരിക്കുക. അതുപോലെ 2 വീലർ ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. 4 വീലർ ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് കറക്റ്റ് ഉപയോഗിക്കുക. സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചാൽ മാത്രമേ വല്ല ആക്സിഡൻറ്റോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ എയർ ബാഗ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇത്രമാത്രം ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഇവിടെ നിർത്തുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. മുഹമ്മദ് അലി പുത്തലത്ത്.